വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്ക് എന്താണ് ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് നോക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ചകൾ പുരോഗതിയിൽ വരുന്നുണ്ടെന്ന് ഇപ്പോൾ IRNA മീഡിയ വഴി റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നൊരു ചർച്ച. അപ്പോൾ അത് പുരോഗതിയിലൊരു യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ്, അപ്സൈഡ് മൂവ്മെൻ്റ് ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വൈറസ് ഇറങ്ങിയിട്ടുണ്ട്. ആ വൈറസിൻ്റെ പേരാണ് ഹൻഡ വൈറസ്. ഹൻഡ വൈറസ് എന്നാണ് ആ വൈറസിൻ്റെ പേര്. ആ വൈറസ് സ്പ്രെഡ് ആകുന്നത് എലികളിൽ നിന്നാണ്. അത് കോവിഡിനേക്കാളും ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വൈറസാണത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എലികളുടെ മൂത്രം വിസർജനം വഴി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നാലും, അല്ലെങ്കിൽ ഈ മൂത്രം പറ്റിയ പൊടികൾ നമ്മുടെ അടിച്ചു വരുമ്പോൾ മൂക്കിൻ്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ അതുവഴിയും ഈ വൈറസ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് സ്പ്രെഡ് ആവും. അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇത് ഡെത്ത് റേറ്റ് ഒരു 10 ദിവസം 5 ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കാൻ പറ്റുന്ന ഒരു വൈറസാണിത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നിഫ്റ്റിയിലോട്ട് കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അപ്സൈഡിലോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടിച്ചു, ഡൗൺ സൈഡിലോട്ടും സ്റ്റോപ്പ് ലോസ് ഇടിച്ചു. നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയില്ല. ഓക്കെ, മാർക്കറ്റ് ഒരു റേഞ്ചിൽ കിടന്ന് തന്നെ ഇങ്ങനെ കറങ്ങായിരുന്നു. നമുക്ക് നാളെ എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം? സപ്പോസ് നാളെ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണെന്ന് വെച്ചോ. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രേഡ് എടുക്കില്ല. ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കില്ല. എപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുക? നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഈ മാർക്കറ്റ് സപ്പോസ് നിഫ്റ്റി നാളെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഞാൻ നാളെ ഡൗൺ സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആണ്. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,050 ആണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് ഇടിച്ചതിന് ശേഷം മാർക്കറ്റ് പിന്നെയും ഈ ഒരു റേഞ്ചിൽ വന്ന് ഇവിടെ ഒരു റിജക്ഷൻ വരുവാണെങ്കിൽ ഞാൻ പിന്നെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് 24,000 ആയിരിക്കും. ഓക്കെ, 24,000ഉം 24,960 950 വരെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, 23,960 വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായിരിക്കും എൻ്റെ ഡൗൺ സൈഡിലോട്ടുള്ള ട്രേഡ്. സപ്പോസ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു 5 മിനിറ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നാളെ ഇവിടെ അപ്സൈഡിലോട്ട് ഒരു ട്രേഡ് എടുക്കും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,320 ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് 24,450 to 500 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെയായിരിക്കും ഞാൻ നാളെ ട്രേഡ് എടുക്കുക നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ സ്റ്റോക്ക് രണ്ടെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണമല്ല, കുറച്ച് സ്റ്റോക്ക് നോക്കി വെച്ചിട്ടുണ്ട്. ഒന്നുള്ളത് ഏതാണ്? മാൻകൈൻഡിൽ ഞാൻ എങ്ങനെയായിരിക്കും ട്രേഡ് എടുക്കുക? സപ്പോസ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 2430 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ബ്രേക്ക് ആൻഡ് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ അപ്സൈഡിലോട്ട് ഒരു ട്രേഡ് എടുക്കും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2460, എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 2480, ഫൈനൽ ടാർഗറ്റ് 2500. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2400 ആയിരിക്കും. എങ്ങനെയാണ്? 2430 ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ അപ്സൈഡിലോട്ട് ട്രേഡ് എടുക്കും. ഫസ്റ്റ് ടാർഗറ്റ് ഇത്, പിന്നെ സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഓക്കെ, അങ്ങനെയായിരിക്കും ഞാൻ മാൻകൈൻഡിൽ ട്രേഡ് എടുക്കുക. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഫോർട്ടിസ്. രണ്ടും ഫാർമ സെക്ടറിൻ്റെ സ്റ്റോക്കാണ്. ഫോർട്ടിസിൽ നോക്കിയേ, ഫോർട്ടിസിൽ നമ്മളിതൊരു സോൺ വൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു സോൺ പോലെ വരച്ചെടുക്കുകയാണെങ്കിൽ അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ആണ്. നാളെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, നല്ല രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയത്തോടു കൂടി നല്ല ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ ഞാൻ നാളെ ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആണ്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 980 ആയിരിക്കും. എൻ്റെ ഫൈനൽ ടാർഗറ്റ് 1000 ആയിരിക്കും. ഓക്കെ, നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ഇതിനകത്തും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 930 ആയിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VBL സ്റ്റോക്ക് നമുക്ക് എന്താണെന്ന് അറിയാം. ഒരു ബിവറേജിൻ്റെ സ്റ്റോക്കാണ്. ഈ പെപ്സി, കൊക്കക്കോള, ആ ഒരു ഇതിൻ്റെ സ്റ്റോക്കാണ്. ഓക്കെ, നാളെ ഇതിനകത്ത് എങ്ങനെയായിരിക്കും നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക? സപ്പോസ് നാളെ VBL ഈ ഒരു ബ്രേക്കൗട്ട്, ഈ 511 മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ 5 മിനിറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, 5 അല്ലെങ്കിൽ 15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, 15 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 534 ആയിരിക്കും. ഓക്കെ, എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്താണ്?
560, എൻ്റെ ഫൈനൽ ടാർഗറ്റ് 582, ആ റേഞ്ചിലായിരിക്കും എൻ്റെ ഒരു ടാർഗറ്റ് വന്നത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്താണ് 490 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിറങ്ങും. പിന്നെയുള്ള ഒരു സ്റ്റോക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹിന്ദു കോപ്പറിനെ പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് പറഞ്ഞു തരാമോ. ഹിന്ദു കോപ്പർ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തോന്നുക? ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഈ ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊരു കപ്പ്, പിന്നെ ഇതെന്താ, ഇതൊരു ഹാൻഡിൽ, ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു മൂവ്മെൻ്റ് ആണ്, മേലോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. സപ്പോസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലെവൽ 570 അല്ലെങ്കിൽ 570-75 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് മേളിലോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ഈ മൂവ്മെൻറ്റ് കണ്ടുപിടിച്ചതെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഇത് കണ്ട, ഈ ഒരു കപ്പിൻ്റെ ലെങ്ത് എത്രയാണ്? കപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 120 പോയിൻ്റ് ആണ്. ആ ഒരു 120 പോയിൻ്റ് വരെ മേളിലോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു 120 പോയിൻ്റ് ആണ്, 124 പോയിൻ്റ് ആണ് ഇത്. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 700 വരെയുള്ള ഒരു ടാർഗറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള സ്റ്റോക്കാണ്, നല്ല സ്റ്റോക്കാണ് ഇത്. ഓക്കെ, ഇത് ഈ ഒരു റേഞ്ചിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വരും. അത് ചിലപ്പോൾ ഒരു കുറച്ച് ടൈം എടുക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നല്ല സ്റ്റോക്കാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.